ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളടക്കം കൊടുത്തിട്ടുള്ളത് അൽ ജസീറ അൽ അറബിയ ചാനലാണ്. ചാനലിലെ ഉള്ളടക്കം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ട്രംപ് അബ്സ്റ്റൈൻ ഫയലുകൾ അഥവാ ജെഫ്രിയുടെ ഫയലിൽ കുരുക്കിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു പുതിയ യുദ്ധം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ്. അഥവാ വേണ്ടെന്ന് വെച്ച യുദ്ധം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ, അത് വ്യക്തമാക്കി പറയുന്നില്ല, യുദ്ധം അനിവാര്യമായിരിക്കുന്നു, കാര്യങ്ങളൊക്കെ അൺകണ്ടീഷണലാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. കാരണം ഇതിൻ്റെ മ്ലാനത മറച്ചു വെക്കാൻ ഒരുപക്ഷെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യാൻ ട്രംപ് മടിക്കില്ല എന്ന ഒരു തോന്നൽ നമുക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള അൽ അറബിയ ചാനൽ, ഇംഗ്ലീഷ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് 2 പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ 2 മീറ്റിങ്ങിലും അദ്ദേഹം പറയുന്നത് ലൈവായിട്ട് അല്ലെങ്കിൽ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ കഴിഞ്ഞു. അവർ പറയുന്ന ആദ്യ സമയത്ത് എപ്സ്റ്റൈൻ ഫയലുകളെക്കുറിച്ച് പത്രപ്രവർത്തകന്മാർ ചോദിക്കുമ്പം അവിടെയുള്ള ഗാർഡുകൾ ഈ പത്രപ്രവർത്തകന്മാരെ മൊത്തത്തിൽ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് അതേപോലെ തന്നെ അവരുടെ സീറ്റിലിരുന്നു കൊണ്ട് സംസാരിക്കുമ്പം ശൂന്യവേള, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത നിമിഷം ചോദിക്കുന്ന എപ്സ്റ്റൈൻ ഫയലിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന്. അപ്പോൾ പറയുന്നത് ആ ഫയൽസിൽ ഞാനില്ല, പക്ഷേ എൻ്റെ ഡമ്മി ആയിട്ട് എന്നെപ്പോലത്തെ ആളാണ് അതിലുള്ളത് മുഴുവനും. എന്നെ താറടിക്കാനും ഈ ഭരണം ഇല്ലായ്മ ചെയ്യാനും വേണ്ടി മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ മറുപടികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിർവികാരമായിട്ടാണ് ട്രംപിനെ നമ്മളവിടെ കാണുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു ആലോചനയിൽ നിന്നാണ് അവരുടെ അടുത്ത ചോദ്യം, ഇറാനുമായിട്ടുള്ള യുദ്ധം എവിടം വരെ എത്തി, ആ യുദ്ധത്തിൽ നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്, യുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ, ഇപ്പം ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന വാക്കുകൾ, വേണമെങ്കിൽ സൈനിക നടപടി ആവശ്യമായി വരികയാണെങ്കിൽ അത് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു, ഇത് തന്നെ ഇദ്ദേഹം പുറത്ത് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആവശ്യമായി വരികയാണെങ്കിൽ സൈനിക നടപടി ഉടൻ ഉണ്ടായേക്കുമെന്നുള്ള സൂചന ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യങ്ങൾക്ക് വിമ്മിഷ്ടം കാണിച്ച ഇതേ മനുഷ്യൻ തന്നെ രണ്ടാമത് പറയുന്നു, വളരെ അദ്ദേഹത്തിൻ്റെ എല്ലാ ആ ഊർജവും വീണ്ടെടുത്തോടു കൂടി പറയുകയാണ്, ആവശ്യമെങ്കിൽ ഞങ്ങളതിനെ അല്ലെങ്കിൽ ഇറാനെ സൈനികമായിട്ട് തന്നെ നേരിടും. ഈ പറച്ചിൽ നിന്നാണ് ഇവരൊക്കെ വിലയിരുത്തി കഴിഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. യുദ്ധം എങ്ങും മാഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയില്ല. അത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ട്രംപിൻ്റെ ഹിഡൻ അജണ്ടകൾ എങ്ങനെയാണോ വർക്കൗട്ട് ആകുന്നത് അതനുസരിച്ച് അവരത് പ്രഖ്യാപനം നടത്തുകയും ഈ യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമുക്കൊന്ന് പറയാനുള്ളത്. ജൂതന്മാരുടെ ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണുന്നത്. കാരണം ഇസ്രായേലിൻ്റെ ബി പ്ലാനായിട്ട് ഇതിനെ കാണേണ്ടി വരും. കാരണം മൊത്തത്തിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ പല വിധങ്ങളിലും നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. ഇറാനാണ് സ്വന്തമായി അടിക്കാനും കഴിയുന്നില്ല. അമേരിക്കയുടെ ട്രംപ് ആണെങ്കിൽ കൃത്യമായി അതിലേക്ക് എത്തുന്നുമില്ല. അപ്പോൾ അമേരിക്കയുടെ ട്രംപ് പോലും വലിയ രൂപത്തിൽ ചർച്ചയാകുന്ന ഒരു ലോകത്തെ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അതിൽ പ്രതിരോധം സൃഷ്ടിച്ച് സമ്മർദ്ദത്തിലാക്കിയിട്ട് അമേരിക്കൻ ട്രംപിനെ കൊണ്ട് തന്നെ ഈ ചർച്ച ഇല്ലാതെയാകാൻ പുതിയ ചർച്ചയായി ഒരു ഇറാൻ ഒരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുമെന്നുള്ള ഈ കുശാഗ്ര ബുദ്ധി ജൂതൻ്റെതായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹം പറയുന്നത്, ഇന്നലെ വരെ പറഞ്ഞത് അല്ലെങ്കിൽ എപ്സ്റ്റൈൻ ഫയലുകൾ വരുന്നതിൻ്റെ മുമ്പ് വരെ പറഞ്ഞത്, നമ്മൾ ഒരു ചർച്ചയെ ആഗ്രഹിക്കുന്നു, ഇത്ര സമയം നിങ്ങൾക്കുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോഴും ചർച്ചയെ ഒഴിവാക്കിയിട്ടില്ല, മുന്നേ പ്രഖ്യാപിച്ചതാണ്. എപ്സ്റ്റൈൻ ഫയലുകൾ റിപ്പോർട്ടുകളും വിപുലമായി ട്രംപിനെതിരെ ലോക വികാരം തന്നെ തിരിയുന്നത് ഈ 2:48 മണിക്കൂറിലാണ്. അപ്പോൾ ഇപ്പം വരുന്ന വാർത്തകളിലൊക്കെ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ, ഞങ്ങൾ സൈനികമായി തന്നെ നേരിടാൻ ഒരു പക്ഷേ മുതിരേണ്ടി വരും എന്നാണ്. ചർച്ചയെക്കുറിച്ച് ഒന്നും പറയാതെ ഈ വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ഇവിടെ ജയിക്കുന്നത് ഇസ്രായേലായിരിക്കുമെന്ന് തോന്നുന്നു. കാത്തിരിക്കാം ട്രംപിൻ്റെ മനോവികാരം എത്രത്തോളം അദ്ദേഹത്തിന് കോൺഫിഡൻറ്റോടുകൂടി ലോകത്തിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റുമെന്നുള്ളത്. അല്ല എങ്കിൽ ഈ ചർച്ചയെ ഒന്നാകെ മറിച്ച് പുതിയ യുദ്ധത്തിൻ്റെ വാർത്തകളിലേക്ക് എടുത്തു ചാടാൻ ട്രംപ് ചെറുങ്ങനെയെങ്കിലും യുദ്ധം ആരംഭിക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പറ്റുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.